നമസ്കാരം. സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. UK പര്യടനത്തിലെ 2020 പരമ്പരകളിൽ ഏൽക്കേണ്ടി വന്ന നാണംകെട്ട വൻ തകർച്ചയ്ക്ക് പിന്നാലെ ഇന്ത്യൻ ക്രിക്കറ്റിൽ വലിയൊരു പൊട്ടിത്തെറിക്ക് വഴി തുറന്നിരിക്കുകയാണ് സ്പിൻ ഇതിഹാസം രവീന്ദ്ര അശ്വിന്റെ പുതിയ പ്രതികരണങ്ങൾ. ഇംഗ്ലണ്ടിനെതിരായ 2020 പരമ്പരയിലെ നാണംകെട്ട തോൽവിക്ക് പിന്നാലെ ഇന്ത്യൻ ടീം മാനേജ്മെന്റിന്റെയും സെലക്ടർമാരുടെയും വിചിത്രമായ സെലക്ഷൻ രീതികളെയും തന്ത്രങ്ങളെയും അതിരൂക്ഷമായ ഭാഷയിലാണ് മുൻ ചെന്നൈ സൂപ്പർ കിങ്സ് താരവും ഇന്ത്യൻ സ്പിൻ ഇതിഹാസവുമായ രവിചന്ദ്രൻ അശ്വിൻ വിമർശിച്ചിരിക്കുന്നത്. തന്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനലായ ആഷ്കി ബാത്തിൽ സംസാരിക്കവേ മലയാളി താരം സഞ്ജു സാംസണെയും 15-കാരനായ യുവതാരം വൈഭവ് സൂര്യവംശിയെയും മാറി മാറി പരീക്ഷിച്ച് ഇന്ത്യൻ ടീമിന്റെ ഓപ്പണിംഗ് സ്ഥാനത്ത് മാനേജ്മെന്റ് ഇപ്പോൾ വെറുമൊരു മ്യൂസിക്കൽ ചെയർ കളിക്കുകയാണെന്ന് അശ്വിൻ തുറന്നടിച്ചു. കളിക്കാരെ തിരഞ്ഞെടുക്കുന്നതിലും അവർക്ക് കൃത്യമായ അവസരങ്ങൾ നൽകുന്നതിലും മാനേജ്മെന്റ് കാണിക്കുന്ന ഇത്തരം അക്ഷമയോടെയുള്ള സമീപനം ടീമിന്റെ ആത്മവിശ്വാസത്തെയും കളിയിലെ സ്ഥിരതയെയും വളരെ ദോഷകരമായി ബാധിക്കുമെന്നും അദ്ദേഹം കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകി. ഈ ഇംഗ്ലണ്ട് പരമ്പരയിൽ മോശം ഫോമിലായിരുന്നിട്ടും ഇംഗ്ലണ്ട് ടീം മാനേജ്മെന്റ് തങ്ങളുടെ ക്യാപ്റ്റനും ഓപ്പണറുമായ ജോസ് ബട്ട്ലറെ എങ്ങനെയാണ് തുടർച്ചയായി പിന്തുണച്ചെന്ന കാര്യം അശ്വിൻ ചൂണ്ടിക്കാണിച്ചു. പരാജയങ്ങളിൽ തളരാതെ ഇംഗ്ലണ്ട് നൽകിയ ആ വലിയ വിശ്വാസത്തിന് പരമ്പരയിൽ അവസാന മത്സരത്തിൽ വെറും 64 പന്തിൽ നിന്ന് 131 റൺസ് എന്ന അവിശ്വസനീയമായ റൺസ് അടിച്ചുകൂട്ടി ബട്ട്ലർ കൃത്യമായ പ്രതിഫലം നൽകി. ടീമിന്റെ നായകനെന്ന നിലയിലും മികച്ച ഒരു ഓപ്പണർ എന്ന നിലയിലും ഇംഗ്ലണ്ട് ബട്ട്ലർക്ക് നൽകിയ പിന്തുണ ഇന്ത്യൻ മാനേജ്മെന്റ് കണ്ടുപഠിക്കേണ്ടതാണെന്ന് അശ്വിൻ ഓർമ്മിപ്പിച്ചു. എന്നാൽ ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ കഥ തികച്ചും വിപരീതമാണ്. പരമ്പരയിൽ ആദ്യ മത്സരത്തിൽ ടീം പരാജയപ്പെട്ടതിന് പിന്നാലെ മലയാളി താരം സഞ്ജു സാംസനെ പ്ലെയിൻ 11-ൽ നിന്ന് പെട്ടെന്ന് മാറ്റി നിർത്തുകയാണ് ഇന്ത്യൻ മാനേജ്മെന്റ് ചെയ്തത്. തൊട്ടുമുമ്പ് നടന്ന 2020 ലോകകപ്പിൽ ഇന്ത്യക്ക് വെടിക്കെട്ട് ബാറ്റിംഗിലൂടെ മികച്ച പ്രകടനം പുറത്തെടുത്ത സഞ്ജുവിനെപ്പോലെ ഒരു ക്ലാസ് കളിക്കാരനെ വെച്ച് ഇത്തരം അനാവശ്യ പരീക്ഷണങ്ങൾ നടത്തുന്നത് ഒട്ടും ശരിയല്ലെന്ന് അശ്വിൻ തുറന്നടിച്ചു. തുടർച്ചയായി അവസരങ്ങൾ നൽകാതെ ഒരൊറ്റ മത്സരത്തിന്റെ പേരിൽ സഞ്ജുവിനെ ബെഞ്ചിലിരുത്തിയത് വലിയ അനീതിയാണ്. പരമ്പരയിലെ അവസാന മത്സരത്തിൽ വീണ്ടും ടീമിലേക്ക് തിരിച്ചെത്തിയ സഞ്ജുവിന് കേവലം 27 റൺസ് മാത്രമേ നേടാനായുള്ളൂ എന്നതും അശ്വിൻ ചൂണ്ടിക്കാണിച്ചു. തുടർച്ചയായ മാറ്റങ്ങൾ ഒരു കളിക്കാരന്റെയും ബാറ്റിംഗ് താളത്തെ വീണ്ടെടുക്കാൻ സഹായിക്കില്ലെന്ന യാഥാർത്ഥ്യമാണ് ഇവിടെ തെളിയുന്നത്. സഞ്ജു സാംസനെ പെട്ടെന്ന് ടീമിൽ നിന്ന് മാറ്റിയതിനു ശേഷം പകരം ഓപ്പണറായി ടീമിലെത്തിച്ച 15-കാരൻ വൈഭവ് സൂര്യവംശിക്കും ഈ കഠിനമായ വിദേശ സാഹചര്യങ്ങളിൽ വലിയ സ്കോറുകൾ കണ്ടെത്താനായിരുന്നില്ല. 3 മത്സരങ്ങളിൽ അവസരം ലഭിച്ചിട്ടും അന്താരാഷ്ട്ര ക്രിക്കറ്റിന്റെ വലിയ സമ്മർദ്ദം അതിജീവിക്കാൻ ആ യുവതാരത്തിന് കഴിഞ്ഞില്ല. വരാനിരിക്കുന്ന സിംബാബ്വെ പരമ്പരയിൽ സൂര്യവംശിക്ക് എല്ലാ മത്സരങ്ങളിലും ഓപ്പണറായി അവസരം ലഭിക്കുമോ എന്ന ക്രിക്കറ്റ് പ്രേമികളുടെ ചോദ്യത്തിന് അശ്വിൻ നൽകിയ മറുപടി തികച്ചും നിരാശാജനകമായിരുന്നു. നിലവിലെ ഇന്ത്യൻ ടീമിന്റെ സാഹചര്യത്തിൽ ഒരു കളിക്കാരനും തനിക്ക് എല്ലാ മത്സരങ്ങളിലും അവസരം ലഭിക്കുമെന്ന് ഉറപ്പു നൽകാൻ കഴിയില്ലെന്നും നിരന്തരമായി ടീമിൽ മാറ്റങ്ങൾ വരുത്തുന്ന ഈ പുതിയ രീതി ഒട്ടും നല്ലൊരു പ്രവണതയല്ലെന്നും അശ്വിൻ വ്യക്തമാക്കി. കളിക്കാർക്ക് ടീമിൽ തങ്ങളുടെ സ്ഥാനത്തെക്കുറിച്ചും കൃത്യമായ സുരക്ഷിതത്വം നൽകാൻ പക്ഷം അവർക്ക് ഒരിക്കലും ഭയമില്ലാതെ സ്വതന്ത്രമായി കളിക്കാൻ സാധിക്കില്ല. സഞ്ജുവിന് വിശ്രമം അനുവദിച്ച സിംബാബ്വെ പരമ്പര ജൂലൈ 23-നാണ് ആരംഭിക്കുന്നത്. എന്നാൽ സഞ്ജുവിനെ വിശ്രമത്തിന്റെ പേരിൽ ടീമിൽ നിന്നും ഒഴിവാക്കുകയാണോ അതോ വീണ്ടും സെലക്ടർമാർ തഴഞ്ഞതാണോ എന്ന വലിയ ചർച്ചയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. ഇംഗ്ലണ്ടിനെതിരായ ഈ 2020 പരമ്പരയിൽ ഇന്ത്യ നേരിട്ടത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും നാണംകെട്ട തോൽവിയായിരുന്നു എന്ന് പറയേണ്ടി വരും. ഒരു മത്സരം മഴ മൂലം ഉപേക്ഷിക്കപ്പെട്ടതിനു ശേഷം തുടർച്ചയായി നടന്ന 4 മത്സരങ്ങളിലും ഇംഗ്ലണ്ടിന് മുന്നിൽ ഇന്ത്യ ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു. ഇതിനു മുമ്പ് ദുർബലരായ അയർലൻഡിനെതിരായ പരമ്പരയിൽ 2-0 എന്ന മാർജിനിൽ ഇന്ത്യ പൂർണ്ണമായി കൈവിട്ടിരുന്നു. ഇതോടെ അന്താരാഷ്ട്ര 2020 തുടർച്ചയായ 7 മത്സരങ്ങളിൽ ഒരൊറ്റ വിജയം പോലും അറിയാതെയാണ് ലോക ചാമ്പ്യന്മാരായ ഇന്ത്യ തങ്ങളുടെ UK പര്യടനം അവസാനിക്കുന്നത്. 5-ാം മത്സരത്തിൽ ഇന്ത്യൻ ടീമിന്റെ ദൗർബല്യങ്ങളെയും ഇംഗ്ലണ്ട് ബൗളർമാരും ബൌട്ടർമാരും ചേർന്ന് കൃത്യമായി തുറന്നുകാട്ടിയിരുന്നു. ബാറ്റിംഗിലെ പവർ പ്ലേ തകർച്ചയും ഡെത്ത് ഓവറുകളിലെ ബൗളിംഗ് പിഴവുകളും ക്യാച്ചുകളും കൈവിട്ട് ഫീൽഡിംഗ് നിലവാരവും ഇന്ത്യൻ ക്രിക്കറ്റിന്റെ നിലവിലെ പോരായ്മകളെ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിനോട് പോലും പൊരുതാൻ കഴിയാതെ പോയ ഇന്ത്യക്ക് ഇനി വരാനിരിക്കുന്ന സിംബാബ്വെ പരമ്പരയിൽ അവർ എന്ത് സർപ്രൈസ് ആയിരിക്കും ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നാണ് ആരാധകർ ഇപ്പോൾ ആശങ്കയോടെ നോക്കിക്കാണുന്നത്. സിംബാബ്വെ സീരീസിനുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജു സാംസനെ ഉൾപ്പെടുത്താതിരുന്നതും വലിയ തോതിലുള്ള വിമർശനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും വഴിമാറിയിട്ടുണ്ട്. തുടർച്ചയായി 2 2020 പരമ്പരകൾ ദയനീയമായി പരാജയപ്പെട്ടതോടെ വരാനിരിക്കുന്ന സിംബാബ്വെ സീരീസ് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു ഉഭയകക്ഷി പരമ്പര മാത്രമല്ല, അതൊരു ജീവന്മരണ പോരാട്ടമായിരിക്കും. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മാനേജ്മെന്റ് കഴിഞ്ഞ കുറച്ചു കാലമായി കാണിക്കുന്ന അമിതമായ അക്ഷമയാണ് ടീമിനെ ഈ അവസ്ഥയിൽ എത്തിച്ചത്. ഒരു ഫോർമാറ്റിൽ വിജയം കണ്ടെത്തണമെങ്കിൽ കളിക്കാർക്ക് കൃത്യമായ റോളുകളും അവർക്ക് ആവശ്യമായ സമയവും നൽകേണ്ടതുണ്ട്. എന്നാൽ ഇവിടെ സഞ്ജുവിനെ ഒരു മത്സരത്തിനു ശേഷം മാറ്റുന്നു, പകരം സൂര്യവംശിയെ കൊണ്ടുവരുന്നു, വീണ്ടും സഞ്ജുവിലേക്ക് തിരിച്ചു പോകുന്നു. ഇത്തരത്തിൽ കൃത്യമായ പ്ലാനിംഗ് ഇല്ലാത്തത് ബാറ്റിംഗ് ഓർഡറിൽ അസ്ഥിരയ്ക്ക് കാരണമായി. ഇംഗ്ലണ്ട് ടീം ചെയ്തതുപോലെ തങ്ങളുടെ പ്രധാന കളിക്കാരെ ഫോമില്ലാത്ത സമയത്തും കൂടെ നിർത്താൻ ഇന്ത്യൻ മാനേജ്മെന്റിന് സാധിച്ചില്ല. ഈ മാനസികമായ പിന്തുണയില്ലാത്തതാണ് വലിയ മത്സരങ്ങളിൽ ഇന്ത്യൻ താരങ്ങൾക്ക് അനാവശ്യമായി പരിഭ്രാന്തരാകാനും വിക്കറ്റുകൾ എറിഞ്ഞെടുക്കാനും ഇടയാക്കിയത്. ജൂലൈ 23 ആരംഭിക്കുന്ന സിംബാബ്വെ പരമ്പര ഇന്ത്യൻ ടീമിന് തങ്ങളുടെ നഷ്ടപ്പെട്ട പ്രതാപവും ICC റാങ്കിൽ 1-ാം സ്ഥാനം തിരിച്ചുപിടിക്കാനുള്ള ആദ്യത്തെ ചുവടുവെപ്പാണ്. ശ്രേയസ് അയ്യരുടെ ക്യാപ്റ്റൻസിക്ക് കീഴിൽ ഇന്ത്യ ഇറങ്ങുമ്പോൾ കളി ജയിക്കുക എന്നതിലുപരി ടീമിന്റെ പഴയ ആത്മവിശ്വാസം വീണ്ടെടുക്കുന്നു എന്നതായിരിക്കും മുൻഗണന നൽകേണ്ടത്. സഞ്ജു സാംസൺ ടീമിൽ ഇല്ലാത്തത് മലയാളി ആരാധകർക്ക് വലിയ നിരാശ നൽകുന്നുണ്ടെങ്കിലും ടീമിലുള്ള മറ്റു യുവതാരങ്ങൾ ഈ അവസരം കൃത്യമായി വിനിയോഗിക്കേണ്ടതുണ്ട്. സിംബാബ്വെ അവരുടെ സ്വന്തം നാട്ടിൽ ശക്തരായ എതിരാളികളാണ്. പ്രത്യേകിച്ചും ഇന്ത്യ ഇപ്പോൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നുപോകുന്ന സാഹചര്യത്തിൽ ഇന്ത്യയെ അട്ടിമറിക്കാൻ സിംബാബ്വെ പരമാവധി ശ്രമിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.
രവീന്ദ്ര അശ്വിനെ പോലെ ഒരു മുതിർന്ന താരം പരസ്യമായി ടീം സെലക്ഷനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയത് BCCIയും സെലക്ടർമാരെയും അതീവ ഗൗരവത്തോടെ കാണേണ്ട കാര്യമാണ്. ഓപ്പണിംഗ് സ്ഥാനത്ത് ഈ മ്യൂസിക്കൽ ചെയറുകളി അവസാനിപ്പിച്ച് കളിക്കാർക്ക് കൃത്യമായി പിന്തുണ നൽകാൻ മാനേജ്മെന്റ് തയ്യാറാകണം. UK കനത്ത പരാജയങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് സിംബാബ്വെ പരമ്പരയിൽ നിന്ന് വിജയവഴി തിരിച്ചെത്തുമെന്നും തങ്ങളുടെ ലോക ചാമ്പ്യന്മാരെന്ന പദവി കാത്തുസൂക്ഷിക്കുമെന്നും നമുക്ക് പ്രശംസിക്കാം. സഞ്ജു സാംസണെയും സൂര്യവംശിയെയും മാറി മാറി പരീക്ഷിക്കുന്ന ഇന്ത്യൻ മാനേജ്മെന്റ് രീതിയെക്കുറിച്ചുള്ള അശ്വിന്റെ വിമർശനത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? സിംബാബ്വെ പരമ്പരയിൽ നിന്നും സഞ്ജുവിനെ ഒഴിവാക്കി BCCI തീരുമാനത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു? വരാനിരിക്കുന്ന പരമ്പരയിൽ ഇന്ത്യ ശക്തമായി തിരിച്ചു വരുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ സ്വാഭാവികമായ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കും ഇതുപോലുള്ള ആഴത്തിലുള്ള കൃത്യമായ സ്പോർട്സ് വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ സ്പോർട്സ് പിച്ച് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. താങ്ക് യു.